എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. രാധികാമ ആകപ്പാടെ പെട്ട് നിൽക്കുകയാണ്. കാരണം രാധികാമ രാത്രിയില് പ്രേത്തെ കണ്ട് അളകെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു തിരുമേനിയെ വിളിച്ച് ബാധ ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയം ഗോവിന്ദൻ വന്നിട്ട് ചോദിച്ചു, ഏത് ആത്മാവിനെയാ രാധികാമ്മ കണ്ടേന്ന്. രാധികാമ്മയ്ക്ക് പെട്ടെന്ന് വിളിച്ചു പറയേണ്ടതായിട്ട് വന്നു. മാധവേന്റെ ആത്മാവിനെയാന്ന്. എന്ത് ചെയ്യാൻ പറ്റും, പെട്ടുപോയില്ലേ. പെട്ടെന്ന് ഗോവിന്ദ് ചോദിച്ചു, അച്ഛന്റെ ആത്മാവിനെയോ? അച്ഛന്റെ ആത്മാവിനെയാണോ രാധികാമ്മ കണ്ടേന്ന് ചോദിക്കുക. ആ അതന്നെ, അച്ഛന്റെ ആത്മാവ്. അങ്ങനെ അച്ഛന്റെ ആത്മാവ് രാധികാമ്മയെ വന്ന് ശല്യപ്പെടുത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. രാധികാമ്മ എന്തെങ്കിലും ചതി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. രാധികാമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. എന്ത് ഭഗവാനെ, എന്ത് ചെയ്യും, എന്ത് മറുപടി പറയും? അല്ല അത് പിന്നെ കണ്ണ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ്. പിന്നെന്തിനാ രാധികാമ്മേനെ വന്ന് അച്ഛന്റെ ആത്മാവ് ശല്യപ്പെടുത്തുന്നേ? ഞങ്ങളെ ആരും ഇതിലായിട്ട് ശല്യപ്പെടുത്താൻ വന്നില്ലല്ലോ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു ഇനി ചിരി വന്നു. ഗീതു നോക്കി ചിരിക്കുവാണ്. രാധികാമ്മയ്ക്ക് മനസ്സിലായി എന്ത് മറുപടി പറയാൻ നടത്തില്ല. പെട്ടെന്ന് വരും പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ അതുകൊണ്ടായിരിക്കില്ല, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോന്ന് അറിയില്ലല്ലോ. രാധികാമ്മ പറഞ്ഞു, അതെ അത് ശരിയാ കണ്ണാന്ന് പറയണം. അപ്പോഴേക്കും പ്രിയയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പം ബലിയിടാത്തോണ്ടാണോ എന്ന് ചോദിക്കുകയാണ്. ബലി ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടെന്നിരിക്കും. അത് ബലിയിടാത്തോണ്ടാണോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു, ആര് ബലിയിടുന്ന കാര്യം രാധികാമ്മ പറയണേ? അല്ല അത് കഴിഞ്ഞ തവണ ഒന്ന് ഇനിയിപ്പോ ബലിയിട്ട ശരിയാവത്തോണ്ടാണോ എന്നൊരു സംശയം. ഇനിയിപ്പോ അച്ഛന് തൃപ്തി വന്നില്ലെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണോന്ന് അറിയത്തില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് രാധികാമ്മനെ ഇങ്ങനെ നോക്കുവാണ്. പിന്നീട് ഒന്നും മിണ്ടാതെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. രാധികാമ്മയ്ക്കാണെങ്കിൽ വല്ലാത്തൊരവസ്ഥ. പെട്ടെന്ന് അയ്യപ്പേട്ടൻ വന്നിട്ട് പറഞ്ഞു, ദേ രാധികാമ്മേ, മാധവ സാറിനെ പിടിച്ച് വെറുതെ കളിക്കണ്ട കേട്ടോ എന്ന് പറയാണ്. ഇത് കേട്ട രാധികാമ്മ പറഞ്ഞു, ഞാന് മാധവേന്റെ പ്രയത്തെ തന്നെ കണ്ടേന്ന് പറയാണ്. കാഞ്ചന പറഞ്ഞു, മാമി ഒരു നിമിഷം ഒന്നുകൂടെ ചിന്തിച്ചു നോക്ക്, ശരിക്കും ആ പ്രയത്തെ തന്നെയാണ് കണ്ടേന്ന്. അല്ല മാമി മുമ്പേ പറഞ്ഞിട്ടുണ്ട് മോളില് മറ്റേ ഗോവിന്ദമാമന്റെ അച്ഛന്റെ പ്രേതോ അമ്മയുടെ പ്രേതോ ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ ഗോവിന്ദമാമന്റെ അച്ഛന്റെ പ്രേതത്തെയാണോ മാമി കണ്ടേന്ന് ചോദിക്കാം. ഇത് കേട്ടോ, നീ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ കാഞ്ചന പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. എന്ത് ചെയ്യണം നടത്തില്ല. ദേഹം ആസകലം വേദനയുണ്ട്. അയാൾ ആ തിരുമേനിയുടെ കയ്യിൽ നിന്നാണ് ഇമാതിരി തല്ലെല്ലാം മേടിച്ചു കെട്ടിയത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ വല്ലാത്തൊരു വിഷമം. ആത്മാവിനെ ഓടിക്കാനെന്നും പറഞ്ഞ് ചെയ്ത അവസാനം തനിക്കിട്ട് തന്നെ നല്ല പണി കിട്ടി. അപ്പോഴേക്കും വരുൺ അങ്ങോട്ട് കയറി വരുവാണ്. വരും വന്നിട്ട് പറഞ്ഞു, അമ്മേ ഇത് ആകെപ്പാടെ പുലിവാല പിടിച്ചല്ലോ എന്ന് പറയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഭദ്രന്റെ ആത്മാവ് ഒട്ട് പോയിട്ടുമില്ലാന്ന് തോന്നേ. അയാൾ മിക്കവാറും ഇനി എന്റെ അടുത്തേക്ക് വരും. ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവന്റെ മുന്നിൽ ഞാൻ നാണം കെട്ടു പോയില്ലേ. അവൻ എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയെന്ന് പറയണം. ഇത് കേട്ടതും വരും പറഞ്ഞു, അതും എനിക്കും തോന്നുന്നുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും പെട്ടെന്ന് ഗോവിന്ദൻ അങ്ങോട്ട് കയറി വരുവാണ്. ഗോവിന്ദൻ വന്നിട്ട് രാധികാമ്മയോട് ചോദിച്ചു, അല്ല രാധികാമ്മ മുമ്പേ വലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ മിണ്ടായിരുന്ന എന്താണെന്നറിയോ? പ്രിയമ്മൾ അവിടെ ഉള്ളത് കൊണ്ട് മാത്ര അല്ല, രാധികാമ്മ ഇന്ന് വരെ ഈ വരുണിനെ കൊണ്ട് ആരെ കൊണ്ടേലും അച്ഛനു വേണ്ടി ബലിയിടിച്ചിട്ടുണ്ടോ? ഞാനല്ലേ എല്ലാ തവണയും ബലിയിടുന്നേ. പിന്നെ രാധികാമ്മയ്ക്ക് ബലിയെക്കുറിച്ച് പറയാൻ എന്താ അവകാശം ഇരിക്കുന്നേ, എന്താ അർഹത ഇരിക്കണമെന്ന് ചോദിക്കുകയാണ്. പിന്നെ ബലിയിടുന്ന കാര്യങ്ങളൊക്കെ എല്ലാ വർഷവും ഞാൻ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതിന് രാധികാമ്മ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട. പിന്നെ പ്രിയമോൾ അവിടെ ഇരുന്നോണ്ടാ ഞാൻ പ്രിയമോളുടെ മനസ്സ് വേദനിക്കുന്നു കരുതി ഒന്നും പറയാതിരുന്നേ. പഴയ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ പലതും എനിക്ക് വിളിച്ചു പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് രാധികാമ്മ മിണ്ടായിരുന്നോ, അതാ രാധികാമ്മയ്ക്ക് നല്ലോന്ന് പറയണം. അല്ല കണ്ണ, അത് പിന്നെ ഞാൻ വേണ്ട, കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം. അച്ഛന്റെ ആത്മാവ് വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തോ ഒരു ചതി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛന്റെ ആത്മാവ് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ വരത്തില്ല. പിന്നെ അതെന്താന്ന് എനിക്കറിയില്ല. അധികം വൈകാതെ തന്നെ അത് പുറത്തു വരും. അങ്ങനെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അച്ഛന്റെ മരണത്തില് ഒരു കാരണവശാലും ഞാൻ ക്ഷമിക്കാൻ പോയില്ല രാധികാമ്മേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഗോവിന്ദ് ഇറങ്ങി പോവാണ്. തലയ്ക്ക് കൈ കൊടുത്ത് രാധികാമ്മ ഇവിടെ ഇരിക്കുവാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? വല്ലതും ചെയ്യാൻ പറ്റുമോ? പെട്ടൊരവസ്ഥയായി പോയില്ലേ. വരുണോട് പറഞ്ഞു, വരുണേ ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ, എനിക്കറിയത്തില്ല എന്ന് പറയാണ്. എന്തേ ആകെപ്പാടെ പ്രശ്നത്തിലായെന്നാ തോന്നേ. ഇങ്ങനെ വന്നാൽ മിക്കവാറും അവനുണ്ടല്ലോ ആ ഭദ്രന്റെ കാര്യം സഹിതം എല്ലാം കണ്ടുപിടിക്കും. ഇങ്ങനെ പോവാണെങ്കിൽ മിക്കവാറും ഉറപ്പായിട്ടും കണ്ടുപിടിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അമ്മ രാത്രിയിലൊക്കെ ഉറക്കത്തിൽ കിടന്ന് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ. ഉറക്കത്തിൽ മാത്രമല്ല സ്വഭാവത്തോടു കൂടി ഭദ്രൻ എന്ന് പറഞ്ഞ് വിളിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഭദ്രന്റെ പേര് ആരുടെയും ചെവിക്കീട് കേട്ടാ പിന്നെ അതോടുകൂടി അമ്മയുടെ ആത്മാവ് പോവും. അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് പറയാണ്. പിന്നീട് ഗോവിന്ദനാണ് പോവാണ് മുറിയിലേക്ക്. എന്നിപ്പോ ഗോവിന്ദൻ ആകെപ്പാടെ വല്ലാത്തൊരു അസ്വസ്ഥയെ ഫീൽ ചെയ്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാധികാമ്മയ്ക്ക് എന്തോ ഒരു കള്ളത്തരങ്ങളൊക്കെ ഉണ്ട്. രാധികാമ്മ അതെല്ലാം മറയ്ക്കാൻ ശ്രമിക്കുക. ഈ സമയത്ത് ഗീതു വിജയലക്ഷ്മിനെ വിളിക്കുകയാണ്.
വിജയലക്ഷ്മി ചോദിച്ചു, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? വിശേഷമൊക്കെ നല്ല തന്നെ, സുഖമായിട്ടിരിക്കണം നിൽക്കും. സുഖമാ, പക്ഷേങ്കിലേ ഒരു പ്രശ്നമാണെന്ന് പറയും. എന്ത്? അതെ, എന്നോട് കണ്ണേട്ടൻ പഴയ പോലെ വഴക്കടിക്കുന്നില്ലെന്ന് പറയാണ്. വഴക്കടിക്കുന്നില്ലേ? സാധാരണഗതിയിൽ എല്ലാവരും വഴക്കടി അങ്ങനെ ആരും പറയാറൊന്നുമില്ല. കാരണം എപ്പോഴും എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഭർത്താവിനോട് വഴക്കടിക്കാനായിട്ട് ആരും ആഗ്രഹിക്കത്തില്ല. ഭർത്താവ് വഴക്കടിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരും പരാതി പറയത്തുമില്ല. പക്ഷെ ഗീതു നേരെ തിരിച്ചാ. ഗീതു പറഞ്ഞു, കണ്ണേട്ടൻ എന്നോട് വഴക്കടിക്കാത്തതുകൊണ്ട് എനിക്കൊരു സുഖമില്ലെന്ന് പറയാണ്. പെട്ടെന്ന് ഒരു നിമിഷം വിജയലക്ഷ്മി ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല സത്യം പറ, നിനക്ക് ഭ്രാന്താണോ അതോ ഇനിയിപ്പൊ നിനക്ക് ഭ്രാന്താണ് നീ അഭിനയിക്കുന്നതാണെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗീത ചോദിച്ചു, അതെന്താ വിജയലക്ഷ്മി അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അല്ല നിന്റെ ഈ സ്വഭാവം കണ്ടിട്ട്, അല്ല സാധാരണഗതിയില് ഇങ്ങനെയൊക്കെ പറയണ ഭ്രാന്തുള്ളവരാ. കണ്ണൻ നിന്നോട് വഴക്കിടണമെന്ന് നിനക്ക് എന്നെ അത്ര നിർബന്ധം എന്ന് ചോദിക്കുക. അത് പിന്നെ അമ്മേ എന്താന്ന് അറിയത്തില്ല, കണ്ണേട്ടനോട് വഴക്കടിച്ചും പ്രത്യേക ഒരു സുഖം ഉണ്ടെന്ന് പറയാണ്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഗർഭിണിയാന്നുള്ള ചിന്ത വേണം. ആ സമയത്ത് ഇങ്ങനെ വഴക്കടിക്കുകയല്ല ചെയ്യണ്ടേ, നല്ല സ്നേഹത്തോട് കൂടിയിട്ട് അവനോട് പെരുമാറുക ചെയ്യണ്ടേ. അതിന് പകരം വഴക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ കുഞ്ഞിനെ അത് ബാധിക്കും. നിനക്കത് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെ, എന്റെ വയറ്റിൽ കുഞ്ഞല്ലേ, എനിക്കറിയാം. കണ്ണേട്ടോട് ഞാൻ വഴക്കിടുന്നതായിരിക്കും അവന് ഏറ്റവും ഇഷ്ടം എന്ന് പറയണം. ഓഹോ അങ്ങനെയാണോ? അതെ, ഞാൻ വഴക്കടിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്ത് നോക്കിയെന്നറിയോ, ഒരു രക്ഷയില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, ഇപ്പോഴെങ്ങാനും നീ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പൊ നിനക്കിട്ട് ഞാൻ രണ്ടെണ്ണം തന്നേനം. ഒന്നും മിണ്ടായിരിക്കും അവിടെ, വഴക്കടിക്കണം പോലും വേറൊരു പണിയില്ലാന്ന് പറയാണ്. ഇത്ര കൊഞ്ചൽ കൂടുന്നുണ്ട് പെണ്ണിനെന്നൊക്കെ പറയാണ്. ഗീത പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ ഒന്നും മിണ്ടുന്നില്ല, ഞാനും കൂടെ വരുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ഗീത പറഞ്ഞു, എപ്പോഴാ വരണേന്ന് ചോദിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ വരാൻ പറയാണ്. ഒന്നല്ല 3 ഗർഭിണികൾ എവിടെയുള്ളത് അറിയാലോ. വരുന്ന സമയത്ത് ഞങ്ങൾക്ക് 3 പേർക്കുള്ള സാധനമായിട്ട് വന്നെന്ന് പറയണം. അത് ഞാൻ ഏറ്റവും 3 പേർക്കുള്ള സാധനമായിട്ട് വന്നോളാം. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇന്ന് തന്നെ ഇങ്ങോട്ട് പോരാൻ പറയണം. അതെന്താ ഇന്ന് പ്രത്യേകതയൊന്നും ഇല്ല, ചുമ്മാ വരുവാണെങ്കിൽ അമ്മേനെ ഒന്ന് കാണാലോ. ആ വഴി കണ്ണേട്ടനൊന്നും വെറുതെ ഒന്ന് മൂപ്പിക്കാലോ എന്ന് കരുതിയിട്ടാണ്, ഒന്ന് വഴക്കടിക്കാനുള്ള ഒരു കാരണം ഉണ്ടാക്കുകയും ചെയ്യാലോ എന്നോർത്തിട്ടാണ് ഗീത് പറഞ്ഞത്. ഈ സമയം വിജയലക്ഷ്മി പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഞാൻ വന്നതിന്റെ പേരില്ലേ നിനക്ക് ഗോവിന്ദനോട് വഴക്കുണ്ടാക്കാല്ലേ, അതങ്ങ് മനസ്സിലിരുന്നാ മതി ആ വേല. അങ്ങനെ ഇപ്പൊ ഞാൻ വരുന്നില്ല എന്ന് പറയണം. ഇത് കേട്ടതും ഗീത ചിരിച്ചു. കണ്ണേട്ടന്റെ അമ്മ തന്നെ എന്ത് ചെയ്യാനാന്ന് പറ എന്നൊക്കെ പറയാണ്. അങ്ങനെ കുറെ സമയം കൂടെ സംസാരിച്ചതിന് ശേഷമാണ് ഫോൺ വെക്കുന്നത്. പിന്നീട് ഗീതു അടുക്കളയിലേക്ക് വരുമ്പോ കാഞ്ചന ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഗീതു പറഞ്ഞു, അതെ മണിയായുടെ കടയില് നല്ല ഓംലേറ്റ് കിട്ടുമെന്ന് പറയാണ്. ഓംലേറ്റാ? അതെ, അതിനിപ്പോ എന്താ ഗീതു പാപ്പ, ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കി തരാലോ എന്ന് പറയണം. അപ്പോഴേക്കും ഗോവിന്ദൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ വെജിറ്റബിൾ ഓംലേറ്റാന്ന് പറയണേ. മുട്ടയില്ലാത്ത ഓംലേറ്റാ? അതെന്ത് ഓംലേറ്റാ മാമാന്ന് ചോദിക്കണം. അപ്പോഴേക്കും പ്രിയയും ഗീതും കൂടെ അങ്ങോട്ട് വന്നു. അപ്പൊ എല്ലാരും രഞ്ജുവും കൂടെ അങ്ങോട്ട് വന്നു. കോറം അങ്ങനെ പൂർത്തിയായി. പെട്ടെന്ന് രഞ്ജു പറഞ്ഞു, ദേ എന്ത് പറ്റി ഗോവിന്ദേട്ട റിലേ പോയോ? മുട്ടയില്ലാതെ എങ്ങനെ ഓംലേറ്റ് ഉണ്ടാകുന്നേ? ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് മുട്ട വേണ്ടേന്ന് ചോദിക്കാം. പ്രിയ പറഞ്ഞു, അത് ശരിയാ, ഈ ഏട്ടൻ ഇത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത് പെട്ടെന്ന് പറഞ്ഞു, അതെ മുട്ടയില്ലാതെ ഓംലേറ്റ് ഉണ്ടാക്കാന്ന് പറയാണ്. മുട്ടയില്ലാതെ ഓംലേറ്റ് ഉണ്ടാക്കുന്ന? അതെ, മണിയാരുടെ കടയിലുണ്ടെന്നാ പറഞ്ഞ്, നല്ല സൂപ്പർ ടേസ്റ്റാന്ന് പറയാണ്. പക്ഷെ എനിക്കത് ഇതായിട്ടും കഴിക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ പോയപ്പോൾ പറഞ്ഞാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗർഭിണികൾക്കെല്ലാം ഒരു മോഹം, അന്ന് അതൊന്ന് ഉണ്ടാക്കണമെന്ന്. പക്ഷെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആർക്കും അറിയത്തില്ല. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, ഓ അപ്പൊ അതാണ് പ്രശ്നം, ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് അറിയണല്ലേ, അതിനൊക്കെയുള്ള പരിപാടി എൻ്റെ ഉണ്ടെന്ന് പറയണേ. എന്തുണ്ട്? ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞ് ഗോവിന്ദ് നേരെ മുറിയിലേക്ക് കയറി ഓടിപ്പോവാണ്. പിന്നീട് ഒരു പേപ്പറുമായിട്ട് അങ്ങോട്ട് വരുവാണ്. ഇത് കണ്ടോന്ന് ചോദിക്കണേ. എന്ത്? ഇതാണോ ഓംലെറ്റ് എന്ന് ചോദിക്കണേ. ഇത് ഓംലെറ്റ് അല്ല, ഓംലെറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി ഇതിനകത്തുണ്ടെന്ന് പറയണേ. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഇത് മണിയാരുടെ കടയിൽ നിന്ന് ദോശ വാങ്ങി കഴിക്കാൻ പോയ സമയത്ത് അതിന്റെ റെസിപ്പി എഴുതി വാങ്ങിച്ചോണ്ട വന്നേ, നമുക്കിത് വീട്ടിലുണ്ടാക്കി കഴിക്കാന്ന് പറയണം. ആഹാ കൊള്ളാലോ, മിടുക്കനാണല്ലോ ഗോവിന്ദേട്ടൻ എന്നൊക്കെ രഞ്ജുവും പ്രിയൊക്കെ പ്രശംസിക്കുക. പിന്നീട് ഗീത പറഞ്ഞു, ശരി ശരി ഒന്ന് കാണട്ടെ, അങ്ങനെയാണ് നമുക്ക് തന്നെ ഉണ്ടാക്കാന്ന് പറയണേ. അങ്ങനെ ആ പേപ്പർ അങ്ങോട്ട് കാണിക്കുകയാണ്. എടുത്ത് കാണിച്ചാൽ തുറന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു ഒരു നിമിഷം ഗോവിന്ദനെ നോക്കുകയാണ്. പിന്നീട് ഗോവിന്ദനോട് ചോദിച്ചു, അല്ല കണ്ണാണ്ട് ഇത് വായിച്ചു നോക്കിയാലും ചോദിക്കും. ഇല്ല ഞാൻ വായിച്ചില്ല, അന്നൊന്ന് വായിച്ചിട്ട് പറഞ്ഞു തരാൻ പറയണം. അങ്ങനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനെന്നാ ഫുൾ തമിഴ്, മണിയായി തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നത്. തമിഴ് വായിക്കാൻ അറിയത്തില്ലോ, പറഞ്ഞതാ എങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി പറഞ്ഞുതരാൻ പറയണം. അല്ല അത് പിന്നെ അതെ വലിയ ആളും കളിച്ച് എഴുതി വാങ്ങിച്ചോണ്ട് വന്നു, അതൊന്ന് തുറന്ന് നോക്കില്ലല്ലേ എന്ന് ചോദിക്കണം. അത് പിന്നെ തമിഴ് എഴുതി വെക്കുമെന്ന് ഞാൻ വിചാരിച്ചോ, ഞാൻ കരുതി വല്ല ഇംഗ്ലീഷിലോ മലയാളത്തിലോ അങ്ങനെ എന്തേലും ആയിരിക്കുമെന്ന്. ഇത് കേട്ടത് രഞ്ജു ബാക്കി എല്ലാവരും കൂടെ ചിരിക്കുകയാണ്. ഈ സമയം ഗീത പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക്
ആ ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാന്ന് കിട്ടും, നമുക്ക് ഇന്ന് തന്നെ അത് ഉണ്ടാക്കി കഴിക്കാന്ന് പറയാണ്. അങ്ങനെ ഗർഭിണികളെല്ലാം കൂടെ ചേർന്നൊരു തീരുമാനം എടുക്കുകയാണ്. ഗൂഗിളിനകത്തൊക്കെ സെർച്ച് ചെയ്ത് എങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന്, അങ്ങനെ അതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുകയാണ്. അങ്ങനെ അവര് എല്ലാ ഗർഭിണികളും കൂടെ ചേർന്നിട്ട് ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.